ഒരുപാട് നല്ല ആഗ്രഹങ്ങളെയും ശുഭപ്രതീക്ഷകളെയൊക്കെ തകിടം മറിക്കുന്ന ചില തകർച്ചകളും വേദനകളും ഹൃദയത്തിൻ്റെ നുറുക്കങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന അവസരങ്ങളിൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എന്തു ചെയ്യുന്നറിയാതെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സമയമുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് തരുന്നൊരു ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഒരു മൂലയ്ക്കോട്ട് ഒതുങ്ങി ഇനി ഒന്നിനുമില്ല, മനസ്സ് നീറിപ്പുകയുന്ന തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ്, അങ്ങനെ മുറിപ്പെട്ട, അങ്ങനെ വേദനപ്പെട്ട, അങ്ങനെ തകർക്കപ്പെട്ട ഹൃദയങ്ങളെ തേടി വരുന്ന, അവിടെ ആയിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ മുറിവുകളെ വെച്ച് കെട്ടി ഒരു പുതിയ ബലം നൽകി ആശ്വസിപ്പിക്കുന്ന, ധൈര്യത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. അവൻ്റെ ശബ്ദം കൊണ്ട് നിങ്ങളുടെ വേദനപ്പെട്ട, മുറിപ്പെട്ട മനസ്സുകളെ ശക്തീകരിക്കാനും ധൈര്യപ്പെടുത്താനും ഉറപ്പിക്കാനും ആഗ്രഹിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്ന് 34-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഹൃദയം നുറുങ്ങിയവരെന്ന് പറഞ്ഞാൽ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാതെ, മറ്റുള്ളവരിൽ നിന്ന് ആശ്വാസം കൈക്കൊള്ളുവാൻ കഴിയാതെ ഏകരായി പോകുന്നവർ, ഏകാകികളായി പോകുന്നവർ, ഒറ്റപ്പെട്ടു പോകുന്നവരാണ്. കർത്താവ് പറയുകയാണ്, അങ്ങനെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത ഇടങ്ങളിലും, ആരും വരാത്ത ഇടങ്ങളിലും സമീപസ്ഥനായ ഒരു ദൈവമുണ്ട്. ഹൃദയത്തിൻ്റെ വേദനകളെ അറിയുന്ന ഒരു ദൈവം, ഭാരങ്ങളെ അറിയുന്ന ദൈവം. ചില വിഷമസന്ധികളൊക്കെ മറ്റുള്ളവരുമായി നമ്മൾ പങ്കുവയ്ക്കാൻ പറ്റുന്നതുണ്ട്. പക്ഷെ ആരോടും പങ്കുവെക്കാൻ പറ്റാതെ ഹൃദയത്തിൽ തന്നെ ആ വേദന സൂക്ഷിക്കുന്നവരുണ്ട്. കാരണം സൂക്ഷിച്ചേ പറ്റൂ. കൂടുതൽ പരിഹാസപാത്രമായി തീരാൻ സാധ്യതയുള്ളത് കൊണ്ടും, കൂടുതൽ മറ്റുള്ളവർ പഴിക്കുന്നത് കൊണ്ടും, തന്നെത്താൻ അത് ദോഷം വരുത്തുന്നത് കൊണ്ടൊക്കെ വേദനകൾ, ഇങ്ങനെയുള്ള വേദനകൾ ആരോടും പറയാറില്ല, പറയാൻ പറ്റത്തുമില്ല. എല്ലാവരോടും എല്ലാം തുറന്നു പറയാൻ പറ്റുകയില്ല. ഇന്നല്ലേ നാളെ അതെല്ലാം നമുക്കെതിരെയുള്ള ആയുധങ്ങളായിട്ട് ശത്രുക്കൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അതെല്ലാം ഹൃദയത്തിൽ അടക്കുകയാണ്. അതെല്ലാം വലിയ മുറിവായിട്ട് മാറുകയാണ്. അതൊക്കെ വലിയ എന്താ പറയുന്നത്, തേങ്ങലുകളായിട്ട്, മാനസികമായിട്ടുള്ള വിഷമങ്ങളായിട്ടൊക്കെ മാറുകയാണ്. മെന്റൽ ഡിപ്രഷനുകളായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ആ ഒരു തകർച്ചയ്ക്കകത്തേക്ക് പിശാച് കൊണ്ടുപോകുന്നതിന് മുമ്പേ നിങ്ങളുടെ മനസ്സിനെ ജീവിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, മനസ്സ് തകർന്നവരുടെ മുറിവ് കെട്ടുന്ന കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. 61-ാമത്തെ യെശയ്യാപ്രവചന പുസ്തകം 61-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് എന്നോട് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും, തടവുകാർക്ക് വിടുതലും, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും, പീഡിതന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടെ അണിയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നൊരു വാക്കാണ്. നിങ്ങൾ യേശുവിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, അവന്റെ ലാവണ്യ വചനങ്ങൾ കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ശബ്ദം കടന്നു വരും. നിങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകളെ അവൻ കെട്ടും. ചതഞ്ഞ ഓടെ അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല. ഇനി ഒന്നിനും കൊള്ളില്ല, ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി നിർത്തുന്നൊരു ലോകമുണ്ടല്ലോ, അതിന് നടുവിൽ പ്രയോജനമുള്ളതാക്കി ശക്തി പകർന്ന് ഓടിക്കുവാൻ, നമ്മുടെ കയ്യിൽ വീണ്ടും ബാറ്റൺ കൈമാറി ഒരു റിലേയിൽ ഓടിക്കുന്നത് പോലെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ശക്തനാണ്. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനത്തെ ഒരു ദൂത് പറയുമ്പോൾ എവിടെയൊക്കെ ഒരുപാട് മുറിപ്പെട്ട ഹൃദയങ്ങളാണ് ഈ ശബ്ദം കേൾക്കുന്നത്. കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും, നിങ്ങൾക്ക് ധൈര്യം തരാൻ ആഗ്രഹിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ. എൻ്റെ ചുമട് ലഘുവാണ്, എൻ്റെ നുകം മൃദുവാണ്. അമ്മേ, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കില്ല, കൂടുതൽ വിഷമിപ്പിക്കില്ല, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഒരപ്പൻ പോറ്റി വളർത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ പോറ്റി വളർത്തും. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് 49-ാം അധ്യായം 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആമേൻ. അവൻ മറക്കില്ല. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകൻ തന്നെ 62-ാം അധ്യായത്തിന്റെ 66-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇരിക്കുന്നത്, എൻ്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി,
അങ്ങനെയാകുന്നു ഇതൊക്കെ ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യരെ ഞാൻ കടാക്ഷിക്കും. അരിഷ്ടനാണോ, മനസ്സ് തകർന്നവനാണോ, ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവനാണോ, ദൈവം അവനെ കടാക്ഷിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടത് നാം കൊടുക്കുന്ന എന്തെങ്കിലും ഓഫറിങ്ങുകളല്ല. ദൈവത്തിന് വേണ്ടത് നമ്മുടെ തകർന്ന മനസ്സാണ്. അത് 51 സങ്കീർത്തനത്തിൽ ദാവീദ് മനസ്സിലാക്കി. എൻ്റെ പണം കൊണ്ടും ഞാൻ അർപ്പിക്കുന്ന യാഗങ്ങളുടെ എണ്ണം കൊണ്ടും വലിപ്പം കൊണ്ടും ഒന്നും ദൈവം പ്രസാദിക്കുന്നില്ല. എൻ്റെ കഴിവിലും ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവം പ്രസാദിക്കുന്നത് തകർന്നും നുറുങ്ങിയുമുള്ള മനസ്സ്. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല. ആ ഓഫറിങ്, ആ യാഗം ദൈവം തള്ളിക്കളയത്തില്ല. അതിനകത്ത് ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. തകർന്നിരിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും അവോയ്ഡ് ചെയ്തിട്ട് പോകത്തില്ല. ആമേൻ. നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ കാണും. നിങ്ങൾ സ്നേഹിക്കുന്നു ചിന്തിക്കുന്നവർ ഒരുപക്ഷെ നിങ്ങളെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ പരിഗണിക്കാത്ത, വിട്ടുകളയുന്ന സാഹചര്യങ്ങളൊക്കെ വരും. കർത്താവ് പറയുകയാണ്, തകർന്നിരിക്കുന്ന നിങ്ങളെ നിരസിക്കാതെ, റിജക്റ്റ് ചെയ്യാതെ, അവോയ്ഡ് ചെയ്യാതെ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നൊരു കർത്താവ്. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നതിന് കാരണം തന്നെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, കർത്താവിന് നിങ്ങളോട് പ്രിയമുള്ളത് കൊണ്ടാണ്, കർത്താവിന് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അവൻ നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനായ ദൈവം ഉന്നതനാണെങ്കിലും ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ള ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോട് കൂടെ ഞാൻ വസിക്കുന്നു. എത്ര ഉന്നതനാണെങ്കിലും മനോവിനയമുണ്ടോ, മനസ്താപമുണ്ടോ, കർത്താവ് വന്ന് വസിക്കും, അവിടെ വന്ന് വസിക്കും. ഹല്ലേലൂയ. നിങ്ങളെ തേടി വരികയാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഏത് വിഷയത്തിലാണ് വേദന തിങ്ങി നിൽക്കുന്നത്, ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, എവിടെയാണ് നിങ്ങൾ മുറിവേറ്റിരിക്കുന്നത്, എവിടെയാണ് നിങ്ങളുടെ ഓട്ടം കിതച്ചുപോയത്, എവിടെയാണ് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ തടസ്സപ്പെട്ട് നിൽക്കുന്നു, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞുപോയി, ഇനി പോകില്ല, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിന് നടുവിൽ ദൈവം നിങ്ങളെ കൈപിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുണ്ട് നിങ്ങളെ കൈപിടിക്കുവാൻ, അന്ത്യം വരെയും നിങ്ങളെ കൊണ്ടുപോകുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ആരൊക്കെ വാക്കുമാറിയാലും, ആരൊക്കെ കൈവിട്ടിട്ട് പോയാലും, ആരൊക്കെ വാഗ്ദാനങ്ങളെല്ലാം വെറുതെ ഞാൻ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് മാറിയാലും, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വൻ തന്നെയാണ്. അവൻ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്, അവൻ കൈവിടത്തില്ല, അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് വിഷയത്തിലാണ് വേദനപ്പെട്ട് നുറങ്ങിയിരിക്കുന്നത്, കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം തരട്ടെ. ഹല്ലേലൂയ. പ്രിയ കർത്താവേ, ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, എവിടെയാണ് കർത്താവ് നുറുക്കം അനുഭവിക്കുന്നത്, എവിടെയാണ് കർത്താവ് വേദന അനുഭവിക്കുന്നത്, മറ്റുള്ളവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത കർത്താവെ ഇന്റേണലായിട്ടുള്ള കർത്താവെ മുറിവുകൾ, കർത്താവ് വൂൺസ് അവരുടെ ഹൃദയത്തിലുണ്ട്. കർത്താവ് ഒരു വലിയ ഹീലിംഗ്, ഇന്നർ ഹീലിംഗ് ദൈവം അവർക്ക് കൊടുക്കേണ്ടതിനായി, ആന്തരികമായ സൗഖ്യം അവർക്ക് കൊടുക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കളെ അവിടുന്ന് ചേർത്ത് നിർത്തണമേ. കർത്താവെ, അവർ തെറ്റിപ്പോയ അവിടുന്ന് കർത്താവ് ചേർത്ത് കൊണ്ടുവരണമേ. കർത്താവ് പിഴച്ചുപോയ തെറ്റുകളിൽ നിന്ന് അവരെ മടക്കി കൊണ്ടുവരണമേ. അല്ല കർത്താവ്, പിശാച് അവരെ അടിമകളാക്കി കളഞ്ഞ ആ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ കർത്താവെ, ആ കാര്യങ്ങളിൽ നിന്ന് കർത്താവിനെ വിടുവിച്ച് കർത്താവ് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്രതീക്ഷിതമായി ഏറ്റവും പ്രിയപ്പെട്ടതുണ്ടായ മുറിവുകൾ കർത്താവെ നിമിത്തമായി ഒറ്റപ്പെട്ടു പോയവരുണ്ട്. കർത്താവെ, മുൻപോട്ട് പോകാൻ കഴിയാതിരിക്കുന്നവരുണ്ട്, ഒന്നിനും വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്നവരുണ്ട്. ആമേൻ. കർത്താവെ, അവരെ ധൈര്യപ്പെടുത്തണമേ. നിന്റെ വചനത്തിന്റെ ശക്തി അവർക്ക് നൽകി, അവന് ധൈര്യം നൽകി അവരെ നയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, നിന്റെ മക്കൾക്ക് സ്തുതി ഉണ്ടാകുവാൻ, ആരാധന ഉണ്ടാകുവാൻ, ആഹ്ലാദം ഉണ്ടാകുവാൻ കർത്താവ് ഇടവരുത്തണമേ. എല്ലാ ദുഃഖങ്ങളും മാറട്ടെ, ആ ദുഃഖം സന്തോഷമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സന്തോഷമായി തീരട്ടെ, ദുഃഖങ്ങൾ സന്തോഷമായി തീരട്ടെ. ഒരു വലിയ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ നദിയിൽ നിന്ന് ഈ മക്കൾ കുടിക്കട്ടെ, ആനന്ദം അനുഭവിക്കട്ടെ. ആമേൻ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇതെല്ലാ ദുഃഖങ്ങളും എല്ലാ വേദനകളും കർത്താവ് എടുത്ത് കളയട്ടെ. നിങ്ങൾ ഈ വചനം സ്വീകരിക്കുക, കുറെ പേർക്ക് ഈ വചനം ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ജോയ്ഫുൾ ഡേ.